ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഈ നെല്ലിപ്പറമ്പിൽ പാതിരാത്രി വരെ ഇരുന്നവരോട് അള്ളാഹുവിന്റെ റസൂല് പറയാൻ, ഒരാൾ രാവിലെ സുബഹിയുടെ ബാങ്ക് കേട്ടപ്പോൾ എഴുന്നേറ്റു ഫതവല്ല, അവൻ വീട്ടിൽ നിന്ന് വുളു എടുത്തു. എവിടെ നിന്ന് വുളു എടുത്തു? ഇതൊരു ജീവിതക്രമമാണ്. എവിടെ നിന്ന് വീട്ടെടുത്ത്? വീട്ടിൽ നിന്ന് അവനവന്റെ വീട്ടിൽ നിന്ന് വുളു എടുത്തു. അവനവന്റെ വീട്ടിൽ നിന്ന് വുളു എടുത്തു, നേരെ പള്ളിയിലേക്ക് പോയി സുബഹി നമസ്കരിച്ചു. ആ സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഏതാണ്ട് ഒരു 20 മിനിറ്റോളം സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇശ്റാഖ് നിസ്കരിച്ചാൽ അവൻ വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായി സുബഹി നമസ്കരിച്ചു. അതേ സമയത്തവന് ഒരു 20 മിനിറ്റോളം സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും തസ്ബീഹിലുമായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ ഇശ്റാഖിന്റെ നിസ്കാരവും നിർവഹിച്ചാൽ തഅദിലു ഹജ്ജത്തിൻ വ ഉംറത്തിന് താമ്മത്തിന് പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത് പ്രതിഫലം അല്ലാഹുവിന് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കേക്ക് സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഓരോ ഹജ്ജും ഉംറയും ചെയ്യാൻ, എല്ലാ ദിവസവും രാവിലെ ഒരു ഹജ്ജും ഉംറയും ചെയ്യുക. അതേപോലെ പെങ്ങളെ സുബഹിക്ക് എഴുന്നേറ്റ് വുളു എടുത്തു. നമസ്കാരം കഴിഞ്ഞ ഉടനെ ചായയിടാൻ അടുക്കളയിൽ പോയില്ല. ആ മുസല്ലയിൽ ഒരു 20 മിനിറ്റോളം എന്ന് ദിക്റ് ചെയ്ത് തസ്ബീഹ് ചെയ്തു. എന്നിട്ട് ഇശ്റാഖ് നിസ്കരിച്ചാൽ തഅദിലു ഹജ്ജത്തിൻ വ ഉംറത്തിന് താമ്മത്തിന് പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു അവൾക്ക് നൽകുമെന്ന്. വീട്ടിലിരുന്ന് ഹജ്ജ് ചെയ്യുമോള്, വീട്ടിലിരുന്ന് ഉംറ ചെയ്യുമോള്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, മയ്യത്തുകളെ വെക്കുന്ന ശ്മശാന ഭൂമി പോലെ നിങ്ങളുടെ വീടുകളെ ആക്കരുത്. എപ്പോഴും ഇബാദത്ത്. രാവിലെ മക്കൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഉമ്മ നിസ്കാരപ്പായിലിരുന്ന ദുആയിലാണ്. സുബഹിക്ക് പോയിട്ട് ഇശ്റാഖ് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന വാപ്പ സുബഹി നിസ്കരിച്ചിട്ട് ഇശ്റാഖ് വരെ നിസ്കാരപ്പായിലിരുന്ന് ദുആ ചെയ്യുന്ന ഉമ്മ. ഭർത്താവ് ഇശ്റാഖ് കഴിഞ്ഞു വന്നു, ഭാര്യ ഇശ്റാഖ് കഴിഞ്ഞ് എഴുന്നേറ്റു, പോയി ചായയിട്ടു, മക്കളെ കുളിപ്പിച്ചു, അവരെ സ്കൂളിലേക്ക് വിട്ടു. ആ മക്കൾ വീട്ടിൽ കാണുന്ന അന്തരീക്ഷം എവിടെയാണ്? എത്ര നല്ലതാണ്. ഉമ്മ ഇശ്റാഖ് വരെ, ഉപ്പ ഇശ്റാഖ് കഴിഞ്ഞ് പള്ളിയിലുണ്ട്. ഈ വീട്ടിലാണ് ഇസ്മായിൽ പറക്കുന്നത്, ഈ വീട്ടിലാണ് ഫാത്തിമ പറക്കുന്നത്. അങ്ങനെ മക്കളെയൊക്കെ കുളിപ്പിച്ചു. പെങ്ങളെ, നിങ്ങളോടാണ് കബീർ ബാക്കവി എന്ന് കേട്ടാൽ വാത് കേൾക്കാൻ എത്രയോ 10,000 പെണ്ണുങ്ങൾ ഇന്നും ഇവിടെ വന്നപ്പോ ദുആ ചെയ്യാൻ 6,666 ഏറ്റവും വിശ്വാസമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ വീട്ടിലെത്തിയപ്പോ അവിടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത സഹോദരിമാർ പെങ്ങളെ മക്കളെ കുളിപ്പിച്ചു, ഭക്ഷണമുണ്ടാക്കി, അവര് സ്കൂളിൽ പോയി, ഭർത്താവ് ജോലിക്ക് പോയി. പിന്നെ നീ വീട്ടിൽ തനിച്ചായി. പെട്ടെന്ന് തന്നെ ഓടിച്ചാടി വീടൊക്കെ വൃത്തിയാക്കി, വസ്ത്രങ്ങളൊക്കെ കഴുകി ഉണക്കി, ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമുണ്ടാക്കി. ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് കുളിച്ച് നീ വീട്ടിൽ കയറണേ. എന്നിട്ട് ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് 4 റക്അത്ത് ളുഹാ കൂടി നിസ്കരിക്കണേ. 4 റക്അത്ത് ളുഹാ നിസ്കരിക്കണേ. ളുഹാ നിസ്കരിച്ച് കഴിയുമ്പോൾ ളുഹറിന്റെ ബാങ്കായി. നീ ളുഹാ മുടക്കരുത്. ആരുടെയെങ്കിലും വീട്ടിൽ നിത്യമായി ളുഹാ നമസ്കാരം നിർവഹിക്കപ്പെട്ടാൽ ആ വീട്ടിൽ പിന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവില്ലെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ഇതൊരു തർത്തീബാണ് മോളെ. ചെയ്യണമെന്ന് വിചാരിച്ചാൽ കഴിയും. ഇശ്റാഖ് വരെ നിസ്കാരപ്പായി, പിന്നെ വീട്ടിലെ ജോലിയിൽ ലുഹായ്ക്ക് മുമ്പ് ലോറിന് 1/2 മണിക്കൂർ മുമ്പ് കുളിച്ചു കയറ്, ലുഹാ നിസ്കരിക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ പെണ്ണുങ്ങൾക്കും മുട്ടിന് പ്രശ്നം. ഉംറയ്ക്ക് ഞാൻ ഇന്നലെ പോകുമ്പോൾ 450 പേരെന്റെ ഗ്രൂപ്പിലുണ്ട്, ഫ്ലൈ ഹിന്ദ് ട്രാവൽസിൽ. അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യട്ടെ. 30 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് മുട്ട് വയ്യ, എഴുന്നേക്കാൻ വയ്യ, സഫയിൽ ഓടാൻ വയ്യ.
വയ്യ. സഹോദരിമാരെ, മുട്ടിന്റെ വേദന മാറണോ സഹോദരങ്ങളെ? പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. കണ്ടംകുളത്തിയുടെ മരുന്ന് മാത്രമല്ല, കോട്ടക്കലെ ലേഹ്യം മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂല് പറയാ, യുസ്ബിഹു കുല്ലു സുലാമാ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 സന്ധികളുണ്ട്. ഓരോ സന്ധികളും ഉപയോഗിക്കുന്നതിന് പകരമായൊരു സദക്ക കൊടുക്കണേ. സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, ഓരോ ജോയിന്റുകളും ഉപയോഗിക്കുമ്പോ സദക്ക കൊടുക്കാനില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഓരോ സന്ധികളും ഉപയോഗിക്കുന്നതിന് ശുക്രായിട്ട് നിങ്ങളെല്ലാം 2 റക്അത്ത് ളുഹാ നിസ്കരിക്കണേ. ആ ളുഹാ മതി സന്ധികൾക്ക് പകരമായി. അപ്പൊ സന്ധികളിൽ വേദനയുണ്ടോ, സന്ധികൾക്ക് നീരുണ്ടോ, അത് മാറണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം ളുഹാ നിസ്കരിക്കുക, അല്ലാഹുവോട് ദുആ ചെയ്യുക. ളുഹറിന് തൊട്ട് മുമ്പ് ഒരു പെണ്ണ് നിസ്കാരപ്പായി ളുഹാ നിസ്കരിക്കുന്നു, റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയിരിക്കുകയാണ്, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എന്റെ പൊന്നുമക്കള് പഠിക്കാൻ പോയിരിക്കുകയാണ്, അവരെ വഴി തെറ്റിക്കല്ലേ അല്ലാഹ്, വഴി പിടപ്പിക്കല്ലേ അല്ലാഹ്. വഴി പിടക്കില്ല പെങ്ങള്, നിന്നെ മോള് വേറെടുത്തന്റെ കൂടെ പോവില്ലടി മോളെ. കാരണം ദുആ ചെയ്യുന്നത് അവളുടെ ഉമ്മയാണ്. പെൺമക്കള് വഴി തെറ്റുന്നുവോ, ഉമ്മയുടെ ദുആ കുറഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മയുടെ ദുആയാണ് വലുത്, ഉമ്മയുടെ ദുആയാണ് വലുത്, ഉമ്മയുടെ ദുആയാണ് അസാധ്യമാക്കുന്നത് സാധ്യമാക്കുന്നത്. അഹമ്മദ് കബീർ ഇവിടെ നിൽക്കുന്നു, അതവന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനയുടെ ബലമാണ്. ഉമ്മ മരിച്ചതിന് ശേഷം മൂസാ നബി തൂർ സീനാ പർവ്വതത്തിൽ കയറി കാല് തട്ടി വീഴാൻ പോയി. ഒരശരീരി കേട്ടു, മൂസാ തൂട്ടിച്ച് നടക്കും മൂസാ, ഇതേവരെ ആപത്തിൽ നിന്ന് നിന്നെ തടഞ്ഞ ഉമ്മാന്റെ ദുആഇന് ഇല്ല മൂസാ. ഉമ്മ മരിച്ചുപോയി, ഉമ്മാടെ ദുആഇനാണ് ആപത്തൊഴിവായത്. അതുകൊണ്ട് പെങ്ങളെ, നിന്റെ പെണ്ണുങ്ങൾ വഴിതെറ്റില്ല, സ്കൂളിലേക്ക് പോകുന്ന പൊന്നുമോള് പ്രേമത്തിൽ പെടില്ല. അതിന് നീ എന്ത് ചെയ്യണം? ഉമ്മ നിസ്കാരപ്പായലിരുന്നിട്ട് സ്കൂളിൽ പോയ മോള് തിരിച്ചു വരുന്നത് വരെ ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെടുത്തേ എത്തൂ, അതേ പറഞ്ഞെടുത്തേത്തു. ഹബീബായ നബി തങ്ങളൊരു ദുആ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വീട് മക്ക് പറയാക്കരുതെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ പെൺമക്കളെ വെളിയിലേക്ക് പറഞ്ഞു വിടുമ്പോ നിങ്ങളുടെ പെൺമക്കളെ നിങ്ങളൊരു ദുആ ചെയ്യിപ്പിച്ചിട്ടേ പറഞ്ഞു വിടാവൂ. എന്നാൽ അവള് വേറൊരുത്തന്റെ കൂടെ പോവില്ല. ഏത് ചെറുപ്പക്കാരൻ കണ്ണടിച്ചാലും വീടില്ല. ഉമ്മ ഇറങ്ങാൻ നേരത്ത് പെൺമക്കളെ ഒരു ദുആ ചെയ്യിപ്പിക്കണം. ഇന്നത്തെ ലോകത്ത് ആ ദുആടെ അർത്ഥം അറിഞ്ഞാൽ ഞെട്ടിപ്പോകും, അത്ര ഫിറ്റാണത്. ഏതാണ് ആ ദുആ? ഏതാ ദുആ? പാറമനുഷ്യന്മാരെ +2 മോളെ പഠിപ്പിക്കാൻ ഇറക്കി വിടുകയാണ്, മോളെ ഹോസ്റ്റലിലേക്ക് വിടുകയാണ്, ദുആ ചെയ്യിപ്പിച്ചിട്ട് വിടണേ. ഇത് മുയിലിയാർക്ക് കൈമടക്കിട്ടാനുള്ള ദുആ അല്ല, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. ഏതാണ് ആ ദുആ? പിന്നെ പോയില്ലേ അത്ഭുതമുള്ളൂ. ഏതാണ് ആ ദുആ? മോൾ ഇറങ്ങിപ്പോവുകയാണ് സ്കൂളിലേക്ക്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉളല്ല അൻ നസില്ല ഔ ഉസല്ല അൻ അദ്ലിമ ഔ ഉദ്ലമ അൻ അജ്ഹല ഔ യുജ്ഹലു അലയ്യ. അല്ലാഹുവേ, പ്രായപൂർത്തിയായ എന്റെ സുന്ദരിയായ മോൾ കോളേജിലേക്ക് പോവുകയാണ്. വഴിയരികിൽ അവളെ വഴി പിഴപ്പിക്കാൻ ആളുകളുണ്ട്. റബ്ബേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, റബ്ബേ, നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു. അന്നലില്ല ഔ ഉളല്ല, അന്നലില്ല എന്റെ മോള് വഴി പിഴക്കുന്നതിൽ നിന്ന്, ഔ ഉളല്ല അവളെ വഴി പിഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, അന്നസില്ല അവളുടെ കാല് വഴുതി വീഴുന്നതിൽ നിന്ന്, ഔ ഉസല്ല അവള് കാല് വഴുതി മറ്റൊരാളുടെ വലയിൽ വീഴുന്നതിൽ നിന്ന്, അന്നജ്ഹല അറിവില്ലാതെ അവള് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു അല്ലാ എന്നീ ദുആ പെൺമക്കളെ പറഞ്ഞിട്ട് നീ പറഞ്ഞു വിടണം. ആ മോള് പുസ്തക സഞ്ചിയും തൂക്കി കാട്ടാളന്മാരുടെ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോ പൊന്നുമോള് കണ്ണിൽ നിന്ന് മായുമ്പോ ഉമ്മ വീടിന്റെ വാതിലിൽ പിടിച്ചിട്ട് നീ പറയണേ, അല്ലാഹുവേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
നിന്റെ റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പടച്ചവനെ നിന്നെ ഞാൻ പരമേൽപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിനക്കല്ലാതെ മറ്റൊരു ശക്തിയില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് മക്കളെ വിടാവൂ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ വീടുകളിലെ ദിക്റുകളിലും ദുആകളും ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.